गुरुर्ब्रह्मा गुरुर्विष्णुर् गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै ശ്രീ ഗുരവേ നമഃ. അർത്ഥം: ഗുരു സൃഷ്ടികർത്താവായ ബ്രഹ്മാവും പാലകനായ വിഷ്ണുവും സംഹാരകനായ മഹേശ്വരനും തന്നെയാണ്. ഗുരു പരബ്രഹ്മ സ്വരൂപനാണ്. അത്തരം ശ്രീ ഗുരുവിനെ ഞാൻ ഭക്തിപൂർവ്വം സ്മരിക്കുന്നു. നമസ്കാരം. പാലാഴിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കർക്കിടക മാസത്തിലെ നമ്മുടെ രാമായണ യാത്രയുടെ 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ 3 അമ്മമാരിൽ നിന്ന് ജീവിത പാഠങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അതുല്യ വ്യക്തിത്വത്തെയാണ്, വിശ്വാമിത്ര മഹർഷി. രാമായണം വായിക്കുമ്പോൾ പലരും അദ്ദേഹത്തെ ഒരു മഹർഷി എന്ന നിലയിൽ മാത്രമാണ് കാണുന്നത്. പക്ഷേ സത്യത്തിൽ വിശ്വാമിത്രന്റെ ജീവിതം പറയുന്നത് ഒരു വലിയ സത്യമാണ്. ഒരു യഥാർത്ഥ ഗുരു ശിഷ്യന് അറിവ് മാത്രമല്ല നൽകുന്നത്, അവനിലുള്ള മഹത്വത്തെ തിരിച്ചറിയാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം വിശ്വാമിത്രൻ ഒരു മഹർഷിയായിരുന്നില്ല. അദ്ദേഹം ഒരു രാജാവായിരുന്നു, വീരനും ശക്തനുമായ ഒരു ഭരണാധികാരി. എന്നാൽ ഒരിക്കൽ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിയപ്പോൾ ഒരു സത്യം മനസ്സിലായി. രാജശക്തിയേക്കാൾ വലിയതാണ് ആത്മശക്തി. ആ തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചത്. അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ചു, കഠിനമായ തപസ് ചെയ്തു, അനേകം പരീക്ഷണങ്ങൾ നേരിട്ടു, പലതവണ പരാജയപ്പെട്ടു, വീണ്ടും എഴുന്നേറ്റു, അവസാനം ഒരു ബ്രഹ്മർഷിയായി ഉയർന്നു. ഈ കഥ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നില്ല. ഒരു രാജാവിന് മഹർഷിയാകാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് നല്ല മനുഷ്യരാകാൻ കഴിയില്ലേ? ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും മാറ്റം എപ്പോഴും സാധ്യമാണ്. ഇനി രാമായണത്തിലെ ഒരു മനോഹര സംഭവത്തിലേക്ക് വരാം. ഒരു ദിവസം വിശ്വാമിത്രൻ അയോധ്യയിലെത്തി. ദശരഥനോട് ഒരു അഭ്യർത്ഥന ഉന്നയിച്ചു. എന്റെ യാഗത്തെ ശല്യപ്പെടുത്തുന്ന അസുരന്മാരിൽ നിന്നും സംരക്ഷിക്കാൻ രാമനെയും ലക്ഷ്മണനെയും എനിക്ക് വേണം. ദശരഥൻ ഞെട്ടിപ്പോയി. അവർ കുട്ടികളാണ്, ഞാൻ തന്നെ സൈന്യവുമായി വരാം. പക്ഷേ വിശ്വാമിത്രൻ പുഞ്ചിരിച്ചു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, രാമൻ ഒരു രാജകുമാരൻ മാത്രമല്ല, ലോകത്തിന് മാതൃകയാകാൻ പോകുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ അന്ന് ദശരഥൻ രാമനെ അയച്ചില്ലായിരുന്നെങ്കിൽ താടകാവധം ഉണ്ടാകുമായിരുന്നില്ല, അഹല്യയുടെ മോചനം സംഭവിക്കുമായിരുന്നില്ല, സീതാ സ്വയംവരം നടക്കുമായിരുന്നില്ല, ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു. ചിലപ്പോൾ ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ സൗകര്യങ്ങളല്ല, ഒരു ഗുരുവിന്റെ മാർഗനിർദ്ദേശമാണ്. വിശ്വാമിത്ര മഹർഷിയുടെ മഹത്വം തെളിയിക്കുന്ന മറ്റൊരു സംഭവം, രാമനും ലക്ഷ്മണനും അദ്ദേഹത്തോടൊപ്പം വനയാത്ര ആരംഭിച്ചപ്പോൾ വിശ്വാമിത്രൻ അവർക്ക് വെറും ആയുധ പരിശീലനം മാത്രമല്ല നൽകിയത്. അദ്ദേഹം ബല എന്നും അതിബല എന്നും അറിയപ്പെടുന്ന ദിവ്യവിദ്യകൾ ഉപദേശിച്ചു. ആ വിദ്യകളുടെ അനുഗ്രഹത്താൽ ക്ഷീണം അവരെ കീഴടക്കിയില്ല, വിശപ്പും ദാഹവും അവരുടെ മനസ്സിനെ അലട്ടിയില്ല. ബുദ്ധി കൂടുതൽ ഏകാഗ്രമാവുകയും മനസ്സ് കൂടുതൽ ദൃഢമാവുകയും ചെയ്തു. ഇതിന്റെ ആത്മീയ അർത്ഥം വളരെ വലുതാണ്. ഒരു യഥാർത്ഥ ഗുരു ശിഷ്യന് പുറം ശക്തി നൽകുന്നില്ല, അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വിശ്വാമിത്രൻ ശ്രീരാമനെ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ശാപത്താൽ ശിലയായി കഴിഞ്ഞിരുന്ന അഹല്യയെ കാണിച്ചു കൊടുത്തു. ശ്രീരാമന്റെ പാദസ്പർശത്താൽ അഹല്യയ്ക്ക് മോചനം ലഭിച്ചു. ചിന്തിച്ചു നോക്കൂ, വിശ്വാമിത്രൻ ആ വഴി രാമനെ നയിച്ചില്ലായിരുന്നെങ്കിൽ അഹല്യയുടെ മോചനം എപ്പോൾ സംഭവിക്കുമായിരുന്നു? അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരം പറയുന്നത്, ഗുരു വഴികാട്ടുക മാത്രമല്ല ചെയ്യുന്നത്, ദൈവം നിശ്ചയിച്ച ദൗത്യത്തിലേക്ക് ശിഷ്യനെ കൈപ്പിടിച്ച് നടത്തുകയാണ്.
വിശ്വാമിത്രൻ രാമനെ വെറും ആയുധവിദ്യ പഠിപ്പിച്ചില്ല, ധൈര്യം പഠിപ്പിച്ചു, അച്ചടക്കം പഠിപ്പിച്ചു, ക്ഷമ പഠിപ്പിച്ചു, ധർമ്മത്തിന്റെ വഴിയിൽ നടക്കാൻ പഠിപ്പിച്ചു. അതാണ് ഒരു യഥാർത്ഥ ഗുരുവിന്റെ ലക്ഷണം. വിശ്വാമിത്രൻ ഇല്ലായിരുന്നെങ്കിൽ താടകാവധം ഉണ്ടാകില്ലായിരുന്നു, അഹല്യാമോക്ഷം സംഭവിക്കില്ലായിരുന്നു, സീതാ സ്വയംവരത്തിലേക്ക് ശ്രീരാമൻ എത്തുകയുമില്ലായിരുന്നു. അതുകൊണ്ട് ഒരു ഗുരുവിന്റെ ശരിയായ മാർഗനിർദ്ദേശം ഒരു മനുഷ്യന്റെ ജീവിതം മാത്രമല്ല, ഒരു യുഗത്തിന്റെ ചരിത്രം പോലും മാറ്റിമറിക്കാൻ കഴിയും. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഗുരുക്കന്മാർ ആവശ്യമാണ്. അവർ സ്കൂളുകളിലെ അധ്യാപകർ മാത്രമല്ല, നമ്മെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്ന ആരും നമ്മുടെ ഗുരുവാകാം. മാതാപിതാക്കൾ, ഒരു നല്ല അധ്യാപകൻ, ഒരു ആത്മീയ ഗുരു, ഒരു നല്ല സുഹൃത്ത്, ഒരു നല്ല പുസ്തകം പോലും ചിലപ്പോൾ ഗുരുവാകാം. ഇന്നത്തെ കാലത്ത് വിവരങ്ങൾ ധാരാളമുണ്ട്. ഒരു മൊബൈൽ ഫോണിൽ ലോകത്തെ മുഴുവൻ അറിവും ലഭിക്കും. പക്ഷേ വിവരം ഗുരുവിനെ സൃഷ്ടിക്കില്ല. പരിവർത്തനം ഗുരുവിലൂടെയാണ് ഉണ്ടാകുന്നത്. അതാണ് വിശ്വാമിത്രൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരാളെങ്കിലും ഉണ്ടായിരിക്കും, ഒരു വാക്കുകൊണ്ട്, ഒരു ഉപദേശം കൊണ്ട്, ഒരു പ്രോത്സാഹനം കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ദിശ മാറ്റിയ ഒരാൾ. ഇന്നൊരു നിമിഷം ആ വ്യക്തിയെ ഓർക്കൂ. കഴിയുമെങ്കിൽ ഒരു നന്ദി പറയൂ. ഗുരുദക്ഷിണയായി നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നന്ദി തന്നെയാണ്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചിന്ത. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഗുരു ആരാണ്? അത് സ്കൂളിലെ ഒരു അധ്യാപകനായിരിക്കാം, അച്ഛനോ അമ്മയോ ആയിരിക്കാം, അല്ലെങ്കിൽ ജീവിതം തന്നെയായിരിക്കാം. കമന്റിൽ എഴുതൂ. നിങ്ങളുടെ അനുഭവങ്ങൾ വായിക്കാൻ എനിക്ക് സന്തോഷമുണ്ടാകും. നാളത്തെ വീഡിയോയിൽ നമുക്ക് രാമായണത്തിലെ ഏറ്റവും മഹത്തായ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒരാളായ സീതാദേവിയെ പരിചയപ്പെടാം. സീത വെറും ശ്രീരാമന്റെ ഭാര്യ മാത്രമായിരുന്നു? അല്ല, അവൾ ശക്തിയുടെ പ്രതീകമായിരുന്നു, ധൈര്യത്തിന്റെ പ്രതീകമായിരുന്നു, ആത്മാഭിമാനത്തിന്റെ പ്രതീകമായിരുന്നു. ആ മഹനീയ വ്യക്തിത്വത്തെക്കുറിച്ച് നാളെ സംസാരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, പാലാഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ രാമായണ യാത്ര നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കും.